നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി MP സുരേഷ് ഗോപി അനുവദിച്ച കുടിവെള്ള ടാങ്കർ സ്വീകരിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ BJP അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത്. ചേർപ്പ് വല്ലച്ചിറയിൽ ഗവൺമെന്റ് UPU സ്കൂളിന് നേരെ ആക്രമണം. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് സെമിത്തേരി റോഡിൽ സെമിത്തേരി മതിലിനോട് ചേർന്ന് 5 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ TP ശ്രീദേവി പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പാണ് ഇവർ അരിമ്പൂർ PHSCയിൽ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയെത്തിയത്. ബുധനാഴ്ച വൈകുന്നേരമാണ് പരിശോധനാ ഫലം പുറത്തുവന്നത്. തുടർന്ന് ഈ വീട്ടിലും പരിസരങ്ങളിലും ആരോഗ്യ വകുപ്പ് അധികൃതർ ക്ലോറിനേഷൻ നടത്തി. പകർച്ചവ്യാധികൾ പടരാൻ പ്രധാന കാരണം ശുചീകരണ പ്രവർത്തനങ്ങളിൽ വരുന്ന വീഴ്ചകളാണെന്ന് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ. ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർഡിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായതായി ആരോപണമുണ്ട്. വ്യാഴാഴ്ച 18-ാം വാർഡിലും വെള്ളിയാഴ്ച അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും ആരോഗ്യ വകുപ്പ് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി MP സുരേഷ് ഗോപി അനുവദിച്ച കുടിവെള്ള ടാങ്കർ സ്വീകരിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ BJP അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ തൃശൂർ MP സുരേഷ് ഗോപി അനുവദിച്ച കുടിവെള്ള ടാങ്കർ സ്വീകരിക്കേണ്ടതില്ല എന്ന വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി തീരുമാനം തിരുത്തണമെന്നും രാഷ്ട്രീയ അന്ധത മാറ്റി ജനങ്ങളുടെ കുടിവെള്ളം എന്ന അടിസ്ഥാന ആവശ്യം വീടുകളിൽ എത്തിക്കുന്നതിന് കുടിവെള്ള ടാങ്കർ അനുവദിക്കുന്നതിന് MP-യോട് ആവശ്യപ്പെടാൻ ഭരണസമിതി തീരുമാനമെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ മെമ്പർമാർ വലപ്പാട് പഞ്ചായത്ത് ഭരണസമിതി യോഗം തടസ്സപ്പെടുത്തി. പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് മെമ്പർമാർ മുദ്രാവാക്യം വിളികളുമായി ഭരണസമിതി യോഗത്തിൽ പ്രതിഷേധിച്ചു. BJP പാർലമെന്ററി പാർട്ടി നേതാവ് PV ആനന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷിജോ, മെമ്പർമാരായ ജിഷ സതീഷ്, ജിതിൻ റാം, ശോഭന ഷൺമുഖൻ എന്നിവരാണ് പ്രതിഷേധിച്ചത്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതുവരെ രൂക്ഷമായ സമരങ്ങളുമായി BJP മുന്നോട്ടു പോകുമെന്നും തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ പറഞ്ഞു. ധനീഷ് മടത്തിപ്പറമ്പിൽ, മോഹൻദാസ് ഭഗവതിപ്പറമ്പിൽ, സിജി സോമസുന്ദരൻ, EK രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു കുടിവെള്ള ടാങ്കർ ബഹുമാനപ്പെട്ട MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതിൽ തീരുമാനം കൈക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി രാഷ്ട്രീയ അന്ധതയുടെ പേരിൽ BJP-കാരനായിട്ടുള്ള MP-യുടെ സുരേഷ് ഗോപിയുടെ ഫണ്ട് കൊണ്ട് ഇവിടുത്തെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകുമ്പോൾ ആ രാഷ്ട്രീയ അന്ധതയുടെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ MP-യുടെ സഹായം വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇന്ന് BJP-യുടെ മെമ്പർമാർ ഈ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ചേർപ്പ് വല്ലച്ചിറയിൽ ഗവൺമെന്റ് UPU സ്കൂളിന് നേരെ ആക്രമണം. 1-ാം ക്ലാസ് പ്രവർത്തിക്കുന്ന മുറിക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ബുധനാഴ്ച രാവിലെ സ്കൂൾ തുറന്ന അധ്യാപകരാണ് ക്ലാസ് മുറിയുടെ ജനൽച്ചില്ല് തകർത്തതായി കാണുന്നത്. സംഭവത്തിൽ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രധാന അധ്യാപിക T ഗീത ചേർപ്പ് പോലീസിൽ പരാതി നൽകി. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് സെമിത്തേരി റോഡിൽ സെമിത്തേരി മതിലിനോട് ചേർന്ന് 5 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. 10 സെന്റിമീറ്റർ മുതൽ 25 സെന്റിമീറ്റർ വരെ ഉയരമുള്ള ചെടികളാണ് കണ്ടെത്തിയത്.
അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രവീൺ കുമാർ, NR രാജു, പ്രിവന്റീവ് ഓഫീസർ സിജോമോൻ എന്നിവർ കഞ്ചാവ് ചെടി കണ്ടെത്തിയ സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. KSEB കൊടുങ്ങല്ലൂർ 1-ാം നമ്പർ സെക്ഷനിലെ മീറ്റർ റീഡർ തിരുവള്ളൂർ മാക്കേരി വീട്ടിൽ കുമാരന്റെ മകൻ 44 വയസ്സുള്ള മഹിനുവാണ് മരിച്ചത്. വേലൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ഗൃഹനാഥനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണവും പണവും കവർന്ന കേസിൽ യുവാക്കളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരി തെക്കുംകര സ്വദേശികളായ അച്ചിങ്ങര വീട്ടിൽ കൃഷ്ണദേവ്, അരയമ്പറമ്പിൽ യാദവ് കൃഷ്ണ, ഇരട്ടക്കുളങ്ങര സ്വദേശി പുതുപ്പറമ്പിൽ വിഷ്ണു P. നായർ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയും കേസിൽ പ്രതിയാണ്. വേലൂർ ചിറ്റാടൻ ജിജുവിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പ്രതികൾ കവർച്ച നടത്തിയത്. ജിജു വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ആയുധങ്ങളുമായി കയറിയ പ്രതികൾ ജിജുവിനെ മർദ്ദിച്ച് കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി കഴുത്തിൽ കിടന്നിരുന്ന 1 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ചെടുക്കുകയും 5000 രൂപ ബലമായി പ്രതികളിൽ ഒരാളിലേക്ക് ഗൂഗിൾ പേ വഴി അയപ്പിക്കുകയും മേശയിലുണ്ടായിരുന്ന 2500 രൂപയും ഐഫോണും കവരുകയുമായിരുന്നു. ജിജുവിനെ വിവസ്ത്രനാക്കി മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുകയും മോഷണ വിവരം പുറത്തറിയിച്ചാൽ ഫോട്ടോ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. അന്നമനട പഞ്ചായത്തിലെ പാലിശ്ശേരി, പൂവത്തുശ്ശേരി എന്നിവിടങ്ങളിൽ 4 പേരെ കടിച്ച കുറുനരിക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. കടിയേറ്റവർക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകിയിട്ടുണ്ട്. മറ്റു തെരുവ് നായകളെ കടിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്നു. കുറുനരിയെ ബുധനാഴ്ചയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. കൈകൂപ്പി അപേക്ഷിച്ചിട്ടും വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാൻ വിസമ്മതിച്ച സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന പ്രിയാമോൾ ബസ്സിലെ കണ്ടക്ടർ മംഗലം സ്വദേശി രാമദാസിന്റെ ലൈസൻസ് ആണ് ജോയിന്റ് RTO 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ഇതോടൊപ്പം കണ്ടക്ടർ നിർബന്ധിത ബോധവൽക്കരണ ക്ലാസ്സിനും ഹാജരാകണം. പെർമിറ്റ് ഉടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്കു ശേഷം വാർത്താനേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745 782120 0487 240 2020. വാർത്താനേരം തുടരുന്നു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ കാർ ബൈക്കിൽ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ആദൂർ കാരെങ്കിൽ 24 വയസ്സുള്ള മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത്. ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന ഹാഷിമിന്റെ ഭാര്യ എരുമപ്പെട്ടി സ്വദേശിനി സിയ മൈമുന ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു അപകടം. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും അമിത വേഗതയിൽ വന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ദമ്പതികൾ തെറിച്ചു വീഴുകയായിരുന്നു. അപകടത്തിൽ തുടയിൽ തകർന്ന ഹാഷിം തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെ മരണപ്പെടുകയായിരുന്നു. പരിക്കേറ്റ സിയ മൈമുനെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേച്ചേരി തൂവാനൂർ പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് 6 പേർക്ക് പരിക്ക്. വ്യാഴാഴ്ച പുലർച്ചെയോടെ ആണ് അപകടം നടന്നത്. മലപ്പുറം ചെമ്മാട് സ്വദേശികളായ അരീക്കാട് വീട്ടിൽ സൈദലിയുടെ മക്കളായ ഷെരീഫ്, മുനീസ്, താഴെപ്പുരക്കൽ വീട്ടിൽ മുഹമ്മദ് അലിയുടെ മകൻ ഷഹനാസ്, കൃഷ്ണപ്പറമ്പിൽ വീട്ടിൽ ലത്തീഫിന്റെ മകൻ അഫ്സൽ, ചോനാരി വീട്ടിൽ കോയയുടെ മകൻ മുഹമ്മദ് ഹവാസ്, ഉള്ളാട്ട് വീട്ടിൽ അബ്ദുൾ വാഹിദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ കരാർ ലംഘനം നടത്തിയ ശിവാലയ കമ്പനിക്കെതിരെയുള്ള രാപ്പകൽ സമരം തുടരുന്നു. സമരത്തിന്റെ 2ാം ദിവസമായ വ്യാഴാഴ്ച LDF പ്രവർത്തകർ ദേശീയപാത നിർമ്മാണം തടഞ്ഞു. കരാർ കമ്പനിക്കാർ റോഡ് നിർമ്മാണത്തിൽ കാലതാമസം വരുത്തുന്ന സാഹചര്യത്തിലാണ് LDF രാപ്പകൽ സമരം ആരംഭിച്ചത്. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ സമരം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് BR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മുസ്താഖ് അലി, KR ജൈത്രൻ, ബാബു കളത്തേരി, GP പ്രദേശ്, KK ഹാഷി, KK രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി അയ്യമ്പുഴ പഞ്ചായത്തിൽ വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണ മ്ലാവിൻകുട്ടിയെ വനപാലകർ രക്ഷപ്പെടുത്തി.
അയ്യമ്പുഴ ഉദയനഗറിൽ കോട്ടക്കൽ ഔസേപ്പുഴയുടെ കിണറ്റിലാണ് വ്യാഴാഴ്ച പുലർച്ചെ മ്ലാവിന് കുട്ടി വീണത്. അതിരപ്പള്ളി സ്റ്റേഷനിൽ നിന്നും എത്തിയ RRT സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. BFO വികാസ് മോഹനൻ, വിൻസെന്റ് പള്ളാശ്ശേരി, ലിൻസ് വർഗീസ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. കയ്പമംഗലം ഫിഷർമെൻസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേലയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന നടീൽ വസ്തുക്കളുടെ വിപണന മേളയ്ക്ക് തുടക്കമായി. കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും വീടുകളിൽ കൃഷിയിടങ്ങളിലുമായി പച്ചക്കറി ഫലവൃക്ഷ കൃഷികൾ വ്യാപിപ്പിക്കുകയുമെന്ന ലക്ഷ്യത്തോടെയാണ് വിപണനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ബാങ്കിന്റെ ഹെഡ് ഓഫീസ് അംഗങ്ങളിൽ നടന്ന ചടങ്ങിൽ കയ്പമംഗലം കൃഷി ഓഫീസർ MS സബീന വിപണനോത്സവം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ഹേമ തമ്പി അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഫിഷറീസ് സ്കൂളിലെ NSS പ്രോഗ്രാം ഓഫീസർ മനോജ് കുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി KB സഹാജാത്മൻ, KB ആത്മാനുജൻ, AV വാട്സൺ, സത്യപ്രകാശ്, ഷാജിദ എന്നിവർ സംസാരിച്ചു. വിവിധയിനം പച്ചക്കറി തൈകൾ, പഴവർഗ്ഗ തൈകൾ, ഔഷധസസ്യങ്ങൾ, മറ്റു ഫലവൃക്ഷ തൈകൾ എന്നിവ മേളയിൽ ലഭ്യമാണ്. നിശ്ചിത ദിവസങ്ങളിൽ ബാങ്ക് ഹെഡ് ഓഫീസിൽ നടക്കുന്ന മേളയിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ വിവിധയിനം തൈകൾ ലഭ്യമാകും. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. കയ്പമംഗലം പഞ്ചായത്തിൽ കൂടുതലും ഈ ഒരു തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നമ്മുടെ മണ്ണിൻ്റെ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചെങ്കൽ മണ്ണും കൂടുതലും ഫലപുഷ്ടിയുള്ള ഒരു മണ്ണുമാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന കർഷകരാണ് നമുക്കുള്ളത്. നമ്മുടെ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലും നമ്മൾ പല വിധത്തിലുള്ള മണ്ണിൻ്റെ ഘടനയിലും അതുപോലെ തന്നെ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളെല്ലാം നമ്മുടെ കർഷകരെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിലും നമ്മുടെ കയ്പമംഗലം കൃഷിഭവനും ആഭിമുഖ്യത്തിലുമെല്ലാം പല കർഷകരും കൃഷിയുമായി അത്യന്തം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ലോകകപ്പ് ആവേശം നെഞ്ചേറ്റി കഴിയുമ്പുറം VPM SNDP വിദ്യാലയം. ലോകം മുഴുവൻ ലോകകപ്പിന്റെ ആരവങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ലോകകപ്പ് ആഘോഷങ്ങൾക്ക് കഴിയുമ്പുറം വിദ്യാലയത്തിൽ തുടക്കമായി. ലോകകപ്പിലെ പ്രമുഖ ടീമുകളെ പ്രതിനിധീകരിച്ച് കുട്ടികൾ ജേഴ്സി അണിഞ്ഞു. ഓരോ ടീമുകളുടെയും താരങ്ങളുടെ ചിത്രങ്ങൾ ഉയർത്തി ആവേശ നൃത്തം നടത്തി ആഹ്ലാദം പ്രകടിപ്പിച്ചു. പ്രിൻസിപ്പൽ OBീന, HMC S ദിലീപ് കുമാർ, PTA പ്രസിഡന്റ് VRജിത്ത്, മറ്റ് PTA മാതൃസംഘം പ്രതിനിധികൾ, അധ്യാപകർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പലിന് ദേശീയ അംഗീകാരം. വലപ്പാട് മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പൽ മിൻഡു P മാത്യുവിന് ഇന്ത്യൻ ടാലന്റ് ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ 2025-26 അധ്യയന വർഷത്തേക്കുള്ള ബെസ്റ്റ് പ്രിൻസിപ്പൽ അവാർഡ് സമ്മാനിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ മികച്ച നേതൃത്വവും അക്കാദമിക മികവ് ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള സമർപ്പിത പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയ്ക്കായി നടത്തിയ ശ്രദ്ധേയമായ ഇടപെടലുകളും പരിഗണിച്ചാണ് ഈ പുരസ്കാരം നൽകിയത്. മിൻഡു P മാത്യുവിന്റെ ദീർഘദർശിത്വവും കഠിനാധ്വാനവും മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിനെ അക്കാദമിക്, കായിക, കല, സാഹിത്യപാഠ്യ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ടെന്ന് പുരസ്കാര സമിതി വിലയിരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി MP സുരേഷ് ഗോപി അനുവദിച്ച കുടിവെള്ള ടാങ്കർ സ്വീകരിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ BJP അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത്. ചേർപ്പ് വല്ലച്ചിറയിൽ ഗവൺമെന്റ് UPU സ്കൂളിന് നേരെ ആക്രമണം. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് സെമിത്തേരി റോഡിൽ സെമിത്തേരി മതിലിനോട് ചേർന്ന് 5 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.